ഓഫീസുകളാ? ആ, അപ്പൊ ഇത് നമ്മൾ ഇതേപടി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ കട്ടിലൊക്കെ? ആണല്ലേ? ഡ്യൂട്ടി വരും അല്ലേ? അത്രയൊക്കെ വരും അല്ലേ? അടിപൊളി. ഡിസൈൻസ് ഉണ്ടല്ലോ, നമുക്ക് ഡിസൈൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു വീട് പണിയുന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഓ അത് ശരി, ഓക്കെ, പല രീതിയിൽ ഇവിടെ ലിവിംഗ് ഏരിയയും അതേപോലെ തന്നെ ബെഡ്റൂമും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കൊരു ഐഡിയാസ് കിട്ടാൻ വേണ്ടി. ഇതൊക്കെ ഇവരുടെ പ്രീ ഡിഫൈൻഡ് പ്രോഡക്റ്റുകളായിരിക്കും. അതല്ലാതെ നമുക്ക് നമ്മുടെ ആർക്കിടെക്റ്റിന്റെ ഐഡിയ അനുസരിച്ച് നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ പ്ലാൻ അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് കൊടുക്കാൻ പറ്റും. നല്ല ഡാർക്ക് കളർ സോഫയൊക്കെ കളറിനൊക്കെ നമ്മള് സാമ്പിൾസ് ഉണ്ട്. ഇതിൽ തന്നെ ഒരുപാട് കളർ യൂസ് ചെയ്യാൻ പറ്റും. ഓ, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ പറ്റും അല്ലേ? അടിപൊളി, കൊള്ളാം. ഇതൊരു ഡൈനിങ് ടേബിൾ ആണ് കണ്ടോ. ഇത് നമ്മൾ ശരിക്കും ഐക്യയുടെ ഒക്കെ ഷോറൂമിൽ പോയി കാണുന്ന പോലെ കേട്ടോ. അതേപോലത്തെ സംഭവമാണ്. കണ്ടില്ലേ, ഓരോരോ ഐഡിയാസ് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാണുന്ന ടൈപ്പ് സോഫകളില്ലേ, ഇത് കാണാൻ ലുക്കും ഉണ്ട്. ലുക്ക് മാത്രമല്ല നമുക്ക് അതിൽ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും. ലെതർ വേണമെങ്കിൽ ലെതർ, ഇനി അതല്ല വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആണല്ലേ? അപ്പൊ ഇത് നമ്മൾ പറയുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കാണുന്നത് ഒരു ചൈനീസ് ഡിസൈനിലുള്ള ഒരു കിച്ചൺ പ്ലസ് ഡൈനിങ് ഏരിയ സെറ്റപ്പാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, അവരുടെ ആ ഒരു ചൈനീസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ്. അതിനകത്ത് തന്നെ റെഫ്രിജറേറ്ററും പിന്നെ പാചകം ചെയ്യുന്ന സ്ഥലം, ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. കൊള്ളാം അല്ലേ? ഒരു എല്ലാം കൂടുതൽ ഒരു കണ്ടംപററി ടൈപ്പ് ആണ് അല്ലേ? ക്ലാസിക് കുറവാണ്, അധികം ചെയ്യുന്നില്ല. ഇല്ല, ഇത് കണ്ടോ, ഇത് കൊള്ളാലോ. ഇത് രണ്ട് സൈഡിലും ഇരിക്കാൻ പറ്റുമല്ലോ ഇതിനകത്ത്. അപ്പുറത്തും ഇരിക്കാം ഇപ്പുറത്തും ഇരിക്കാം. അത് ഭയങ്കര ഡിസൈൻ, അതായത് സ്പേസ് സേവിങ് ഡിസൈൻ. വേണമെങ്കിൽ കിടക്കുകയും ചെയ്യാം. അതെ അതെ, സത്യം. കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അത് ആലോചിച്ചത്. ഇത് വേറെ ഒരു ടൈപ്പ് ഡിസൈൻ ആണ്. ഇത് ഇങ്ങനെ കുറെ ഉണ്ടല്ലോ സൈർ ഭായി. എനിക്ക് എന്താ സംഭവം അറിയോ, ഞാനിപ്പോ നമ്മുടെ ഫ്ലാറ്റിന്റെ ഇന്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കിത് ഓരോന്ന് കാണുമ്പോഴത്തേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ശരി, ഓക്കെ. നല്ല ഇപ്പൊ എന്റെ ഫ്ലാറ്റ് നിങ്ങൾക്ക് അറിയാം, 2500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം. ഞാനിപ്പോ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല ഡിസൈൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കോസ്റ്റ് വൈസ് എനിക്ക് എന്തായിരിക്കും? ഡിസൈനിന്റെ കോസ്റ്റ് വൈസ് വരുമ്പോ ലാഭം എവിടെ ആയിരിക്കും? അങ്ങനെ അല്ലേ? ഡിസൈൻ നമ്മളിപ്പോ എന്താ അറിയാ, നമ്മുടെ നാട്ടിൽ ഇത്ര കട്ടിയുള്ള മരം എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. അതുപോലെ ബഡ്ജറ്റീവ് ആയിട്ടും ചിലപ്പോ അഫോർഡബിൾ ആവില്ല, കാരണം 40% ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ ഹൈ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വരുമ്പോ ഹൈ എക്സ്പെൻസീവ് ആവാം. മനസ്സിലായില്ല? അല്ലാത്തതുണ്ടാവാം, ഞാൻ പറയാം. മനസ്സിലായില്ലേ? അപ്പോ ആ ലേറ്റസ്റ്റ് ഡിസൈൻസിന് നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്ന് ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചു. ഇവിടത്തെ 50 ലക്ഷം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചു. ഇത് നാട്ടിൽ ഇറക്കുമ്പോ എനിക്ക് എത്ര ഡ്യൂട്ടി അടക്കം എത്ര രൂപ വരും ഏകദേശം? അപ്രോക്സിമേറ്റ് 40% ഡ്യൂട്ടിയാണ് വരുന്നത്. 40% വരും എന്ന് പറയുമ്പോഴത്തേക്കിന് അപ്രോക്സിമേറ്റ് ഒരു 80 ലക്ഷം രൂപ. അല്ല, പിന്നെ ഷിപ്പിംഗ് ചാർജ്, ബാക്കിയുള്ള കസ്റ്റംസ് ക്ലിയറൻസ് ചാർജ്, അങ്ങനത്തെ അഡീഷണൽ വരും. അപ്പോ ബഡ്ജറ്റീവ് അല്ല, നല്ല ഡിസൈൻസ് വേണം. എന്റെ വീട്ടിലെ ഫർണിച്ചർ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ വീട്ടിലെ ഫർണിച്ചർ ഇഷ്ടപ്പെട്ടു? അപ്പൊ അതന്നെ എന്റെ ബ്രദറിന്റെ വീട്ടിലേക്ക് ഒക്കെ ഇവിടുന്ന് ഫാക്ടറിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ആണോ? ശരി, അടിപൊളി. അത് നല്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള ഡിസൈൻസ് കാണുക എന്നുള്ളതിലുപരിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓരോ സംഭവങ്ങൾ ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ കുറെ ഡിസൈൻസ് കാണുകയും ചെയ്യാം. ഞാനേ ഇവിടെ വന്നപ്പോ എന്റെ മനസ്സിൽ വന്ന വേറൊരു സംശയം എന്താണെന്ന് പറയാം സാർ ഭായി, ഇപ്പൊ എല്ലാം കൂടി. അപ്പൊ ഇത് നമ്മൾ 7ാം നിലയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കാണാം സോഫയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള സോഫകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. ഉണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടോ? അടിപൊളി. ഇത് വലുതാണല്ലോ, ഗംഭീര സെറ്റപ്പാണല്ലോ. എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ പരിപാടികളൊക്കെ നോക്ക്. ആ സാധനം സ്റ്റിച്ച് ചെയ്യുവാണ് അതിൽ അല്ലേ? നമ്മൾ സ്റ്റീൽ ഡോറിന്റെ സ്ഥലത്ത് പോയില്ലേ, ഏകദേശം അതേപോലെ തന്നെ ഫർണിച്ചറാണ്, അത് സ്റ്റീലാണ്. എന്ത് ഫാസ്റ്റ് അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഓരോ ഫർണിച്ചറുകൾ ഇവിടെ ഉണ്ടായി വരുന്നത്. തൊഴിലാളികളൊക്കെ കണ്ടില്ലേ, പാട്ടൊക്കെ കേട്ട് ജെല്ല് വരെ വെച്ച് അടിക്കുന്നത് കണ്ടോ? ഈർപ്പം നട്ടായിരിക്കാൻ വേണ്ടി വെക്കുന്ന സാധനമല്ലേ അത്? സിലിക്ക വരെ വെച്ച് അടിക്ക് വരുന്ന സാധനങ്ങളാണ്. കണ്ടില്ലേ, ഗംഭീര ഫാക്ടറി ആണല്ലോ, നല്ല വലിയ ഫാക്ടറി ആണല്ലോ.
ഇവിടെയുള്ള ധാരാളം ഇൻഡസ്ട്രീസും മറ്റുമൊക്കെ കാണിക്കണമെന്ന് കുറേ ആളുകൾ നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരുന്നതും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണിക്കുന്നതും. 6ാമത്തെ നിലയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് കംപ്ലീറ്റ് അപ്പോൾസ്ട്രി വർക്കുകളാണ് കാണാൻ സാധിക്കുന്നത്. മുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിന് പുറം വരണം, അതായത് പുറത്ത് വരുന്ന ആവരണങ്ങൾ, അത് റെക്സിനാണെങ്കിലും പിന്നെ ലെതർ ആണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെയുള്ള തൊഴിലാളികളാണ്. തയ്യൽ മെഷീനുകൾ വെച്ചിട്ട് അവരുടെ സ്കില്ലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോരം ആൾക്കാരാണ് ഇവിടെ ഇരുന്ന് പണിയെടുക്കുന്നത് നോക്കൂ. ഇവിടെ ഈ ഒരു സെറ്റ് സംഭവങ്ങള് ആ ഒരു ഇതുണ്ടാക്കിയിട്ട് അതിനകത്ത് ഫില്ലിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഫില്ലിംഗ് ചെയ്തതിന് ശേഷം അതിന്റെ ഔട്ടർ സ്റ്റിച്ചും ഒക്കെ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം സോഫ വർക്കിംഗ് ഏരിയകളാണ്. സോഫ പാൽപ്പബിൾ വർക്കിംഗ് ഏരിയ. എന്ത് ഫിനിഷിംഗ് ആവുമെന്നറിയോ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കിന്. നമ്മൾ കണ്ടതല്ലേ നേരത്തെ. അപ്പോൾ നമ്മളൊക്കെ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആർക്കിടെക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ചിട്ട് അതൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇവര് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. ഒരു രക്ഷയില്ലടാ, ഇത്രയും വലിയ ഫാക്ടറി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു രക്ഷയില്ല, അടിപൊളി. അല്ല അവര് ആ ഒരു എത്ര ഓർഗനൈസ്ഡ് ആയിട്ടല്ലേ അവിടെ പരിപാടി നടക്കുന്നത്. ടപ്പ് 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 സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു മ്യൂസിക് പോലെ ഉണ്ട് കണ്ടില്ലേ, ഒരു നല്ലൊരു ഇമ്പത്തോടെയുള്ള മെഷീനാണ് ഈ കാണുന്നത്. നമ്മളിപ്പോ കണ്ടത് സോഫയാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ബെഡും കട്ടിലും മാട്രസ്, കട്ടിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പ്ലൈവുഡും വുഡും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഓരോ കട്ടിലിന്റെ ഡിസൈനും ഷേപ്പിനും അനുസരിച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമിന്റെ പുറത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ, കുഷൻ വർക്കും സ്പോഞ്ചിന്റെ ഇതിന്റെയൊക്കെ ഫിനിഷിംഗ്. 4ാമത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെതർ സോഫ നിർമ്മാണമാണ്. ഈ ഒരു ഫ്ലോർ മുഴുവൻ ലെതർ സോഫ ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ലെതർ സോഫയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നു. ആ സ്റ്റിച്ച് ചെയ്ത സംഭവങ്ങളൊക്കെ മുകളിൽ നമ്മൾ കണ്ട ആ സ്ഥലങ്ങളിലെ ആ ഒരു സ്ട്രക്ചറുകളിലേക്ക് ഇവിടെയുള്ള ആളുകൾ അത് ഫിക്സ് ചെയ്യുന്നു. ആ സ്ട്രക്ചറിലേക്ക് ഫിക്സ് ചെയ്ത് അത് വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നു. അതാണ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേട്ടോ, ഇതൊക്കെ പലതരത്തിലുള്ള ലെതർ, പല കളറിലുള്ള ലെതർ സോഫകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, പാട്ടൊക്കെ ശരിയാണ്, റോബോട്ടല്ല, റോബോട്ടുകൾ ചെയ്യുന്ന ഫാക്ടറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടത്തെയൊക്കെ മെഷീനുകൾ പോലും എന്ത് ഫാസ്റ്റ് ആണെന്ന് മനുഷ്യരെക്കാട്ടി ഫാസ്റ്റ് ആട്ടോ മെഷീനുകളൊക്കെ. അതൊക്കെ കട്ട് ചെയ്യുന്ന കണ്ടില്ലേ. ഇവിടെ ഡ്രോയിങ് കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതേ ഡ്രോയിങ്ങിൽ ആ മെഷീനുകൾ ആ ഒരു റെക്സിനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് തരും. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഇതിന്റെ 1ാമത്തെ നിലയിലാണ്. 1ാമത്തെ നിലയിലാണ് ഇവര് മാട്രസ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ മാട്രസുകൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് മാട്രസ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ അത് കുറെയൊക്കെ റോബോട്ടിക്സ് ആണ് കേട്ടോ. കുറെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, മെഷീനുകളൊക്കെ വെച്ചിട്ട് പല രീതിയിൽ പാട്ടൊക്കെ കേട്ടാണ് ഇവരെല്ലാവരും നിന്ന് മാട്രസ് സ്റ്റിച്ച് ചെയ്യുന്നതും അങ്ങനെ പല പരിപാടികളും ചെയ്യുന്നതൊക്കെ. കണ്ടോ, നമ്മുടെ കട്ടിന്റെയൊക്കെ സൈഡിൽ വെക്കത്തില്ല, അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആ സൈഡിൽ വെക്കുന്ന സൈഡ് ടേബിളുകളാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന കാണാൻ സാധിക്കുന്നത്. പല ഡിസൈനുകളിലുള്ള